was the first time that Jesus shed his blood? എപ്പോഴാണ് ആദ്യമായി യേശു രക്തത്തെ ചിന്തിയത്? If you read the Bible, വേദപുസ്തകം നാം വായിക്കുന്നുവെങ്കിൽ the digit 7 denotes the completeness of God. 7 എന്ന സംഖ്യ ദൈവത്തിന്റെ പൂർണ്ണതയെ കാണിക്കുന്നു. Whatever God has done, he has done it in 7. ദൈവം എന്തെല്ലാം ചെയ്തുവോ അത് 7ൽ പൂർണ്ണതയിൽ ചെയ്തതായി കാണുവാൻ കഴിയും. 7 days of creation. സൃഷ്ടിപ്പ് നോക്കിയാൽ അത് 7 ദിവസമെന്ന് കാണുവാൻ കഴിയും. If you come to the New Testament, നാം പുതിയ നിയമത്തിൽ വരുന്നുവെങ്കിൽ 7 sayings on the cross by my Lord Jesus. യേശു ക്രൂശിൽ വെച്ച് 7 മൊഴികളെ പറഞ്ഞു. Read Revelations. വെളിപാട് പുസ്തകം നോക്കിയാൽ 7 churches, 7 സഭകൾ, 7 lampstands, 7 വിളക്ക്, 7 stars, 7 നക്ഷത്രം, 7 seals, 7 മുദ്ര, 7 trumpets, 7 കാഹളം. 7 shows the completeness of God. 7 ദൈവം എപ്പോഴും പൂർണ്ണതയെ കാണിക്കുന്നു. Together, അതുപോലെ തന്നെ അത് ചേർന്ന് we are going to find out 7 places where my Lord Jesus Christ has shed his blood for you and me. യേശു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി 7 സ്ഥാനങ്ങളിലായി ചിന്തിയ രക്തത്തെക്കുറിച്ച് നാം ചിന്തിക്കും. Can we read Luke chapter 22 verse 44? ലൂക്കോസ് 22:44 വായിച്ചു കേൾക്കാം. And as his sweat was it were great drops of blood falling down to the ground. അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. തന്റെ വിയർപ്പ് നിലത്ത് വീഴുമ്പോൾ വലിയ ചോരത്തുള്ളി പോലെ ആയി. After the last supper with his disciples, തന്റെ ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിഞ്ഞതിനു ശേഷം Jesus took his 3 main disciples യേശു തന്റെ 3 ശിഷ്യന്മാരെ, പ്രിയ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി and took them to the garden of Gethsemane in Mount Olives. ഒലിവ് മലയിൽ ഉണ്ടായിരുന്ന ഗെഥശമന തോട്ടത്തിൽ തന്റെ ശിഷ്യന്മാരോടൊപ്പം കടന്നു ചെന്നു. That was the favorite place of my Lord Jesus. യേശു കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു He അത്. started praying. അവിടെ യേശു പ്രാർത്ഥിപ്പാൻ തുടങ്ങി. He was getting ready for the cup. അവിടെ ദൈവം ഒരുക്കിയിരുന്ന ആ പാനപാത്രത്തിനായി യേശു തയ്യാറെടുക്കുകയായിരുന്നു. As he prayed, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ drops of sweat യേശുവിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പുകൾ fell down to the ground as blood. താഴെ രക്തം പോലെ വീഴുവാൻ തുടങ്ങി. Imagine how painful it is. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് എത്ര വേദനാജനകമായിരിക്കും. My Jesus Christ was bleeding. യേശു ഇതാ രക്തം ചിന്തുവാൻ തുടങ്ങി. Why? എന്തുകൊണ്ടാ? Why did he do that? എന്തുകൊണ്ടത് ചെയ്തു? Jesus wanted to remove every virus from your body. യേശു നമ്മുടെ ശരീരത്തിൽ നിന്ന് എല്ലാ രോഗത്തെ മാറ്റുവാൻ ആഗ്രഹിച്ചു. Jesus purged your diseases. നിന്റെ രോഗത്തെ അവൻ വഹിച്ചു. Purged your negatives. നിങ്ങളുടെ എല്ലാ നിഷേധാത്മകമായതിനെ യേശു വഹിച്ചു. Jesus shed his blood for you and me. യേശു എനിക്കും നിനക്കും വേണ്ടി രക്തം ചിന്തി. Point number 2. രണ്ടാമത്തെ പോയിന്റ്, where did Jesus shed his blood for the second time? എവിടെയാണ് യേശു രണ്ടാമത്തെ തവണ രക്തം ചിന്തിയത്? Jesus was taken to Pilate. യേശു പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി. And the soldiers took a big rod. അവിടെ ഉണ്ടായിരുന്ന പടയാളികൾ അവരുടെ കരങ്ങളിൽ വലിയ റോഡ് എടുത്തു. And hit him on his face. യേശുവിന്റെ മുഖത്തേക്ക് അടിച്ചു. Oh, it would have hit my Lord Jesus Christ on the head. യേശുവിന്റെ തലയിൽ അടിച്ചു കാണാം. Blood started oozing അവിടെ out. നിന്ന് രക്തം ചോർന്ന് ഒഴുകുവാൻ തുടങ്ങി. Jesus was crying. യേശു കരഞ്ഞു. Jesus was shedding his blood. യേശു രക്തത്തെ ചിന്തി. Why did Jesus do that? എന്തുകൊണ്ട് യേശു അത് ചെയ്തു? Jesus wanted to remove all the migraine headaches from you. യേശുവിൻ നമ്മുടെ മേൽ നിന്ന് എല്ലാ മൈഗ്രെയിൻ തലവേദനകൾ മാറ്റുവാൻ ആഗ്രഹിച്ചു. All the tension, നമ്മുടെ മേലുള്ളായിരുന്ന എല്ലാ ടെൻഷനോ, all the mental sickness, എല്ലാ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളോ, right now as my viewers are viewing me on the television, നിങ്ങൾ ടിവിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ Jesus Christ has already removed your sickness. യേശു ഇപ്പോൾ തന്നെ നിങ്ങളുടെ രോഗങ്ങളെ മാറ്റിയിരിക്കുന്നു. Because he shed his blood on the cross. എന്തുകൊണ്ടെന്നാൽ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി യേശു രക്തത്തെ ചിന്തി. Receive your miracle by faith. ഇപ്പോൾ അത്ഭുതത്തെ വിശ്വാസത്താൽ പ്രാപിച്ചാട്ടെ. Receive your miracle by faith. ഇപ്പോൾ വിശ്വാസത്തോടെ നിങ്ങളുടെ അത്ഭുതങ്ങളെ പ്രാപിക്കുക. Jesus is touching you. യേശു നിങ്ങളെ തൊടുകയാണ്. Where did Jesus shed his blood for the third time? എവിടെയാണ് മൂന്നാമത്തെ പ്രാവശ്യം യേശു രക്തത്തെ ചിന്തിയത്? When Pilate said, പീലാത്തോസ് പറഞ്ഞു, I can't crucify him എനിക്ക് യേശുവിനെ ക്രൂശിപ്പാൻ കഴിയുകയില്ല. because I find nothing wrong in this man. എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യനിൽ ഞാനൊരു കുറവും കാണുന്നില്ല. So just beat him up and just get rid of him. അതുകൊണ്ട് നിങ്ങൾ അവനെ പുറത്തേക്ക് കൊണ്ടുപോകുക. Then just get rid of him. Just beat him up. അവനെ അടിച്ചു പറഞ്ഞയക്കാം. So Jesus was tied to a stone. യേശുവിനെ ഒരു കല്ലിൽ കൊണ്ടുപോയി And കെട്ടിയിട്ടു. my Lord Jesus Christ was whipped on his back. അതിനുശേഷം യേശുവിന്റെ പുറത്തേക്ക് അടിച്ചു. And these whips ഈ ചാട്ടവാറുകൾ had strong nails at the end. ആ ചാട്ടവാറുകളുടെ അറ്റത്ത് വലിയ ആണികൾ കാണും. So when the soldiers whipped my Lord Jesus, ഓരോ പ്രാവശ്യവും ഈ പടയാളികൾ യേശുവിന്റെ മേൽ ചാട്ടവാർ the അടിക്കുമ്പോൾ nail pierced the backside of my Lord Jesus.
എന്റെ കർത്താവിന്റെ പുറവശത്ത് മുഴുവൻ ആ കാരിരുമ്പാണികൾ തറച്ചു കയറും. Why did my Lord Jesus do that? എന്തുകൊണ്ട് യേശുവിനെ അത് ചെയ്തോ? Jesus wanted to heal your back problem. യേശുവിന് നിങ്ങളുടെ മുതുകിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സൗഖ്യം തരുവാൻ ആഗ്രഹമുണ്ട്. Jesus wanted to heal your spinal cord problem. യേശുവിന് നിങ്ങളുടെ സ്പൈനൽ കോർഡിലെ പ്രശ്നങ്ങൾ സൗഖ്യം തരുവാൻ ആഗ്രഹമുണ്ട്. Jesus wanted to heal all your back problems. യേശുവിന് നിങ്ങളുടെ മുതുകിലെ എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം തരണമെന്ന് My ആഗ്രഹമുണ്ട്. dear brother, sister, എന്റെ പ്രിയപ്പെട്ട സഹോദര if you are സഹോദരി, suffering from back problem, നിങ്ങൾ മുതുകിലുള്ള രോഗത്തോട് or if ഭാരപ്പെടുന്നുവെങ്കിൽ, you are suffering from problem in your spinal cord, നിങ്ങളുടെ സ്പൈനൽ കോർഡിൽ ഏതെങ്കിലും രോഗത്തോട് നിങ്ങൾ or if ഭാരപ്പെടുന്നുവെങ്കിൽ, you are suffering from problem in the disc, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്കിന് എന്തെങ്കിലും രോഗത്തോട് the ഭാരപ്പെടുന്നുവെങ്കിൽ, good news is ഇന്ന് നിങ്ങൾക്കായിട്ടുള്ള നല്ല the വർത്തമാനം, Creator has already paid the price on the cross. നിങ്ങളുടെ സൃഷ്ടിതാവ് അതിനു വേണ്ടിയിട്ടുള്ള വില ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു. Receive your miracle by ഇപ്പോൾ faith. വിശ്വാസത്തോടെ നിങ്ങളുടെ സൗഖ്യത്തെ പ്രാപിക്കാം. Quickly. പെട്ടെന്ന് Fourth, നാലാമതാ, where did Jesus shed his blood for the fourth time? എവിടെയാണ് നാലാമത്തെ പ്രാവശ്യം യേശു രക്തത്തെ ചിന്തിയത്? Before Jesus was crucified, യേശു ക്രൂശിക്കുന്നതിന് മുൻപായി Jesus were taken by the soldiers, യേശുവിനെ പടയാളികൾ കൊണ്ടുപോയി. and a big crown of thorns was placed on his head. അതിനുശേഷം യേശുവിന്റെ തലയിൽ മുള്ളുകൾ കൊണ്ടുള്ള ഒരു കിരീടം വെച്ചു. And then the soldiers അതിനുശേഷം പടയാളികൾ took a rod and hit on the crown of thorns. വലിയൊരു വടിയെടുത്ത് ആ കിരീടത്തിന്റെ മേൽ അടിച്ചു. It pierced my Lord Jesus Christ on his head. അത് യേശുവിന്റെ തലയിലൂടെ അത് തറച്ചു കയറുവാൻ ഇടയായി Oh, തീർന്നു. blood started oozing out. അവിടെ നിന്ന് വീണ്ടും രക്തം ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. Probably to have touched even the parts of the brain. നിങ്ങളുടെ ബ്രെയിനിലെ ഓരോ ഭാഗത്തും അത് സ്പർശിച്ചു കാണാം. Terrible pain. വല്ലാത്ത വേദന ഉണ്ടായി കാണാം. Jesus suffered that for you and me. യേശു നിങ്ങൾക്കായി എനിക്കായി വേദനയെ സഹിച്ചു. Why did Jesus do that? എന്തുകൊണ്ട് യേശു അത് ചെയ്തു? The good news is നിങ്ങൾക്കായുള്ള നല്ല വർത്തമാനം, Jesus want to remove your curses. നിങ്ങളുടെ മേലുള്ള എല്ലാ ശാപങ്ങളെയും യേശു മാറ്റുവാനായി അത് ചെയ്തു. All the curses which have come from hereditary. നിങ്ങളുടെ തലമുറകളായി നിങ്ങളുടെ മേൽ പകർന്നു വന്ന ശാപങ്ങൾ, All the curses which we have brought on ourselves through witchcraft. മന്ത്രവാദത്തിന്റെ ശക്തിയോട് നിങ്ങളുടെ മേൽ വന്ന എല്ലാ ശാപങ്ങളും, All the curses which we have brought worshipping the idols. നാം വിഗ്രഹങ്ങളെ ആരാധിച്ചത് മുഖാന്തരമായി നമ്മുടെ മേൽ വന്ന എല്ലാ ശാപങ്ങളും, Jesus wanted to remove that curse. യേശു ആ ശാപങ്ങളെ മാറ്റുവാനായി ആഗ്രഹിക്കുന്നു. Jesus paid the price with the crown of thorns. യേശു അങ്ങനെ മുള്ളുകൾ നിറഞ്ഞ ഒരു കിരീടം വച്ചതിലൂടെ ഈ ശാപങ്ങൾ നിങ്ങളുടെ മേൽ നിന്ന് മാറ്റപ്പെടുകയാണ്. Fifth, അഞ്ചാമത്, where did Jesus shed his blood for the fifth time? എവിടെയാണ് അഞ്ചാമത്തെ പ്രാവശ്യം യേശു രക്തത്തെ ചിന്തിയത്? Jesus was taken to the cross യേശു ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ, to crucify him. യേശുവിനെ ക്രൂശിപ്പാൻ കൊണ്ടുപോകുമ്പോൾ, Jesus was asked to lie down on the cross. യേശു ക്രൂശിൽ കിടക്കുവാനായി ആവശ്യപ്പെട്ടു. A big nail came. വലിയൊരു കാരിരുമ്പാണിയെടുത്തു, A big hammer. വലിയൊരു ചുറ്റികയെടുത്തു. They placed on the beautiful hand of my Lord Jesus. എന്റെ മനോഹരമായ യേശുവിന്റെ കരങ്ങളിലേക്ക് ആ കാരിരുമ്പാണികൾ വെച്ചു. Hit that. അതിന്റെ മേൽ അത് അടിച്ചു. It pierced the beautiful hand of the Creator. അത് സൃഷ്ടിതാവിന്റെ കരങ്ങളെ തുളച്ചു കടന്നുപോയി. Blood started oozing out. രക്തം അവിടെ നിന്നും ധാരധാരയായി ഒഴുകുവാൻ Why തുടങ്ങി. did Jesus do that? എന്തുകൊണ്ട് യേശു അത് ചെയ്തു? The good news is നിങ്ങൾക്കായുള്ള നല്ല വർത്തമാനം, Jesus wanted to bless your deeds of your hand. നിങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തികളെ അനുഗ്രഹിപ്പാനായി യേശു അത് ചെയ്തു. Whether it is our work life, നമ്മുടെ ജോലി ജീവിതമായാലും, whether it is our student life, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ ജീവിതമായാലും, Jesus wanted to bless the deeds of our hand. യേശു നമ്മുടെ കരങ്ങളുടെ പ്രവൃത്തികളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. Sixth, ആറാമത്, where did Jesus shed his blood? എവിടെയാണ് യേശു ആറാമത് രക്തം ചിന്തിയത്? After they took the two hands and hit him on the wall, on the cross, യേശുവിന്റെ രണ്ട് കരങ്ങളെയും ക്രൂശിൽ തറച്ചതിന് ശേഷം they brought together his feet യേശുവിന്റെ പാദങ്ങൾ ചേർത്ത് കൊണ്ടുവന്നു. and one foot on the other, ഒരു കാലിന്റെ മുകളിൽ മറ്റേ കാൽ കൊണ്ടുവന്നു. and took a big nail അതിനുശേഷം വലിയൊരു കാരിരുമ്പാണി and എടുത്തു. hit that. അതിന്റെ മേൽ തറച്ചിറക്കി. Blood started oozing out. രക്തം അവിടെ നിന്ന് ഒഴുകുവാൻ Oh, തുടങ്ങി. Jesus was crying. യേശു വീണ്ടും നിലവിളിച്ചു. Jesus was shedding his blood for the sixth time. യേശു വീണ്ടും ആറാമത് നമുക്ക് വേണ്ടി രക്തത്തെ ചിന്തി. Why did Jesus do that? എന്തുകൊണ്ട് യേശു അത് ചെയ്തു? Jesus wanted to walk with you, my dear brother, sister. യേശു എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളോടൊപ്പം നടക്കുവാൻ അത് ചെയ്തു. Jesus wanted to walk with you. യേശു നിങ്ങളോടൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്നു. Wherever you go, നിങ്ങൾ എവിടെ തന്നെ പോയാലും Jesus will carry you safely. യേശു നിങ്ങളെ കാത്തു പരിപാലിക്കും. Why? എന്തുകൊണ്ട്? Jesus has already paid the price for you. യേശു അതിനു വേണ്ടിയിട്ടുള്ള വില കൊടുത്തു.